ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് ആരാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ആരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ലൈഫിൽ ഒരു മരവിപ്പ് തന്ന, മനസ്സിനോ ശരീരത്തിനോ അല്ലെങ്കിൽ ലൈഫിൽ മൊത്തത്തിലൊരു മരവിപ്പ് തന്ന ആള്, മരവിപ്പ് തന്ന് കടന്നു കളഞ്ഞ ഒരാള്, ഒരു സ്റ്റക്നെസ്. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, ഒരുപാട് ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തയായിട്ടുള്ള ഒരാളായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള പല പ്രവൃത്തികളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പല വാക്കുകളും നിങ്ങൾക്കൊരു ലൈഫിനൊരു സ്റ്റക്നെസ് തന്നിട്ടുണ്ട്. ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ എന്താ പറയുക, വള്ളിക്കെട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിന്തിക്കാൻ അറിയാം, പ്രവർത്തിക്കാൻ അറിയാം, പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം, പല കഴിവുകളും ഉണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ കെട്ടുപാടിന്റെ ഉള്ളിൽ അമർന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സമ്മാനിച്ച ഒരു ആള്. കാരണം നിങ്ങൾ മധുരം കാരണം തുപ്പാനും കയ്പ് കാരണം ഇറക്കാനും പറ്റാത്ത അവസ്ഥയിൽ പകച്ചു നിന്നും പോയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി സമ്മാനിച്ചിട്ടുള്ള ആളുമാണ് നിങ്ങളുടെ ഈ തങ്കപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തങ്കമ്മ. കാരണം ഇവിടെ അങ്ങനെയുള്ള പരിപാടികളാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് എന്താ പറയാ, ഉള്ളം കയ്യിൽ വെച്ചിട്ടുണ്ട്, ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്താ പറയാ, ഒരു ഈ വ്യക്തിയുമായിട്ടുള്ള അകൽച്ചയിലാണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഞാൻ ഇത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, ഞാൻ ഇത്രത്തോളം ആ വ്യക്തിയുടെ അടുത്ത് അടിമപ്പെട്ടിരുന്നു എന്ന്. അതില് പറിച്ചെടുക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കെട്ടുപാടുകൾ നിങ്ങൾക്ക് ഉണ്ടായി. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകാം, കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അതുമല്ലാന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ ഓവറായിട്ടുള്ള ഒരു ഒബ്സഷനോട് കൂടി നിങ്ങളുടെ ഈ തങ്കപ്പൻ്റെ അടുത്തോ തങ്കമ്മയുടെ അടുത്തോ നിന്നതായിരിക്കാം. പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്, ചേടാ ഞാൻ ഇത്രത്തോളം അവരുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ആയി പോയല്ലോ എന്ന്. കാരണം നിങ്ങളുടെ ആള്, നിങ്ങളുടെ ഈ മച്ചമ്പി ഇത്തിരി ഒരു ഈഗോ പിടിച്ച ആളാണ്. അവരുടേതായിട്ടുള്ള വാക്കുകളിൽ ഉറച്ചു നിൽക്കും. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരുടേതായിട്ടുള്ള വാക്കുകളിലും പ്രവൃത്തികളിലും ഉറച്ചു നിന്ന് അതിനു വേണ്ടി ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന, രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു, ഇനി ഇല്ല, അല്ലെങ്കിൽ ഇനി ഒരു കൺവേഴ്സേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇനി ഒരു വരവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ തുടങ്ങിയിട്ടില്ല രാമ, അല്ല സോറി, കഴിഞ്ഞിട്ടില്ല രാമ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു
കാര്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. കാരണം ഇത് മൊത്തത്തിൽ നിങ്ങളെ ഒരു കറക്ക നല്ലോണം കറക്കിയിട്ടുണ്ട്. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ആ കറങ്ങുന്നതിൻ്റെ കൂടെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളോ കറങ്ങി, ഇത് നിങ്ങളുടെ ഫാമിലിയും കൂടി കറങ്ങേണ്ട അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായേക്കുന്നത്. അതാണ് അതിലുള്ള പ്രശ്നം. അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. കാരണം നിങ്ങൾ ഈ ഒരു ആളെ കൊണ്ടാണ് ഒരുപാട് ഓവർ തിങ്കിങ്, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഒരു എന്താ പറയുക, ഒരു ഇരുട്ടിലായ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ വരാൻ തുടങ്ങിയത്. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയൊക്കെ നിങ്ങളുടെ ഈ മച്ചമ്പി നിങ്ങൾക്ക് ധാരാളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയും പോയി, ഇറങ്ങാനും പറ്റുന്നില്ല, എന്നാ കയറിയും പോയല്ലോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ഒരാള്. നിങ്ങൾ വിചാരിച്ചു ഇത് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മൂവ്മെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സംഭാഷണം ഉണ്ടാവില്ല, ഒരു പരിപാടികൾ ഉണ്ടാവില്ല, അതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇതിൻ്റെ അകത്ത് പല പരിപാടികളും തുടങ്ങാൻ, പൂരം കൊടി കയറി മക്കളെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പരിപാടികൾ. കാരണം നിങ്ങൾ എത്ര ഏതൊക്കെ രീതിയിൽ എത്ര സ്ട്രെങ്ത് ആയിട്ട് ഇരുന്നാലും, എത്ര ശക്തിയായിട്ട് ഇരുന്നു കഴിഞ്ഞാലും, എത്രത്തോളം നിങ്ങൾ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിലും, പോയിന്റ് ആയിട്ട് പറയുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളെ ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, നിങ്ങളെ ഏത് രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള ട്രാക്കിലോട്ട് കൊണ്ടുപോവാം, ഇവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയാം. ഇപ്പൊ ഇവരോട് സംസാരിച്ചു വരുമ്പോൾ വാദി പ്രതിയാകും. അതിനുള്ള കഴിവും നിങ്ങളുടെ തങ്കപ്പനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തങ്കമ്മക്കുണ്ട്. നിങ്ങൾ വിചാരിക്കും ചേടാ അയ്യോ ഞാൻ അങ്ങനെയല്ലല്ലോ വിചാരിച്ചത്, പറഞ്ഞ് ഒരു കോൺവെർസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയൊക്കെ പറഞ്ഞു കഴിഞ്ഞു വരുമ്പോ വാദി പ്രതിയാവണേന്ന്. നിങ്ങൾ പ്രതിയാവും, അപ്പുറത്ത് മുടുമുടുക്കൻ മുക്കരിക്കണ്ണൻ നെല്ലും കുത്തും തവിടും തിന്നും എന്നുള്ള രീതിയിൽ നിൽക്കും, അടിപൊളി എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷെ നിങ്ങൾ മനസ്സിൻ്റെ അതാ ഇന്ന സമയം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ എന്നെ അനുഭവിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന പ്രയോറിറ്റികളൊന്നും തന്നിട്ടില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞും പിടിച്ചുമൊക്കെ വരുമ്പോൾ വേറെ കാര്യങ്ങളാവും, വാദി പ്രതിയാകും. അതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ വഴക്ക് പരിപാടികളിലോട്ട് തൽക്കാലം പോകരുത്. കാരണം ഇത് വഴക്ക് പരിപാടികളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെയും പിടിച്ചാൽ കിട്ടില്ല, അവർക്ക് അവരെയും പിടിച്ചാൽ കിട്ടില്ല. നിങ്ങളൊരു എന്താ പറയാ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സംയമനം പാലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം ഉള്ളിൽ നിങ്ങൾക്ക് അത്രയും ഒരു അഗ്നിപർവ്വതമാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അത്രയും ഉള്ളിൽ അത്രയും അഗ്നിപർവ്വതം പുകയുന്നുണ്ടെന്ന് അറിയില്ല. കൂടെ താമസിക്കുന്നവർക്ക് പോലും അത്രയും ഒരു നീറ്റലും ഒരു അഗ്നിപർവ്വതം പോലെയുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. അതെല്ലാ ആളുകൾക്കും ചിലപ്പോൾ അങ്ങനത്തെ പല സിറ്റുവേഷൻസ്, പല കാര്യങ്ങളും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തി പല കാര്യങ്ങളും ആവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ അത്രയും രീതിയിലുള്ള അഗ്നിപർവ്വതങ്ങൾ വരാൻ തുടങ്ങിയത്. കാരണം നിങ്ങളുടെ ആള് ചില സമയത്ത് നിങ്ങളോട് മൃദുലമായിട്ടുള്ള പൂവിൻ്റെതായിട്ടുള്ള, നമ്മളിപ്പോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള റോസിനെയൊക്കെ ഇങ്ങനെ, റോസാപ്പൂവിനെയൊക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവൂലേ, ആ ഒരു ഇതും നിങ്ങളോട് കാണിക്കും, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേസമയം സ്വേർഡിന്റെ എനർജിയും കാണിക്കും. വാള് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈകാല് തട്ടിയാൽ മുറിയും. ആ രണ്ട്
പരിപാടികളും ചില സമയത്ത് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് എടുത്ത് പ്രയോഗിച്ചു കളയും. അതാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടികൾ. എന്താണെങ്കിലും നിങ്ങളെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. ഏത് ഒരു പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരാളെ അവരുടേതായിട്ടുള്ള വഴിയിൽ ആക്കി കൊണ്ടുവരാൻ അറിയാം, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ വ്യക്തി മാത്രമല്ല കേട്ടോ, വേറെ ആരെങ്കിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാനോ ഉള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. യെസ്, നിങ്ങളുടെ വ്യക്തി മാത്രമല്ല, രണ്ട് ചോയ്സ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോ പുതിയ ഒരു ആള് വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും, നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും, റിജക്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും ആ വ്യക്തി നോക്കി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട്, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കണം, അങ്ങനെയുള്ള രീതിയൊക്കെ ഇവിടെ ആ ഒരു ആള് കണക്കാക്കുന്നുണ്ട്. കാരണം രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഏതെടുക്കണം എന്ന് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം അതൊരു സമാധാനം, സന്തോഷം, പരിപാടികളൊക്കെ തരുന്ന ഒരു കാര്യമായിരിക്കും. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങൾ നോക്കേണ്ടത്. കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് വ്യക്തികൾ. ഒന്ന് പാസ്റ്റിലുള്ള ആളും പിന്നെ ഒന്ന് പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അത് നിങ്ങൾക്കൊരു സമാധാനം, സന്തോഷം, കാര്യങ്ങൾ, നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത് അവിടെ നിന്നുള്ള നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കങ്ങൾ, പരിപാടികൾ, ഒരു താങ്ങ്, ഒരു തണല്, ഒരു മനസ്സിനൊരു കുളിർമ, ഒരു മനസ്സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാര്യം തരും. പക്ഷെ ആ ഹാപ്പിനെസിന്റെ അടിയിൽ നിൽക്കുന്നത്, മുന്നിട്ട് നിൽക്കുന്നത് ഡെവിളാണ്. ബ്ലാക്ക് മാജിക് എനർജി ഒരുപാട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ പരിപാടികളൊന്ന് മാറ്റാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഒരു അക്കരെ നിന്നൊരു മാരൻ എന്നൊക്കെ പറയില്ലേ, ഒന്നല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ ഈ പുതിയൊരു വ്യക്തിത്വത്തിനുള്ള ആള്, പുതിയൊരു വ്യക്തിത്വത്തിനുടമ, പുതിയ ആള് നിങ്ങളുടെ അടുത്തോട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു സംസാരത്തിനോ കാര്യങ്ങൾക്കോ വരുന്നതായിരിക്കാം. എന്താണെങ്കിലും ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തേണ്ടത് നിങ്ങളുടെ മാത്രം പരിപാടിയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.